ഒരു ഹോസ്റ്റലിൽ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവുക ബ്രെഡും ജാമുമാണ്. 100 കുട്ടികളാണ് ആ ഹോസ്റ്റലിൽ മൊത്തം ഉള്ളത്. അതിൽ 20 കുട്ടികൾക്കും എന്നും ബ്രെഡും ജാമും തന്നെ വേണം എന്ന് തന്നെയാണ് അഭിപ്രായം. എന്നാൽ ബാക്കിയുള്ള 80 പേർക്കും എന്നും വെറൈറ്റി ഫുഡുകൾ കഴിക്കാനാണ് താല്പര്യം. അങ്ങനെ അവർ ഒരു ദിവസം ക്യാമ്പസിൻ്റെ മാനേജ്മെൻറ്റിനെ ബന്ധപ്പെട്ട് ഈ ഒരു ആവശ്യം അറിയിച്ചു. അങ്ങനെ അതിന് ഡ്യൂട്ടിയുള്ള സൂപ്പർവൈസർ വന്നിട്ട് ഒരു വോട്ടെടുപ്പ് നടക്കും. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന വിഭവം ബ്രേക്ക്ഫാസ്റ്റായി വരും എന്നും പറഞ്ഞു. അങ്ങനെ വോട്ടെടുപ്പ് നടന്നു. വോട്ടെടുപ്പിലെ റിസൾട്ട് ഇങ്ങനെയായിരുന്നു: ബ്രെഡും ജാമും 20, എഗ് റോസ്റ്റ് 18, നൂഡിൽസ് 15. അങ്ങനെ അതിന് താഴേക്ക് വേറെയും വിഭവങ്ങളുണ്ട്. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? 20 പേരുള്ള സംഘം അവർ മൈനോറിറ്റി ആയിരുന്നിട്ട് കൂടി അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരൊന്നിച്ച് നിന്നപ്പോൾ അവർക്ക് ആവശ്യം നേടാനായി. അതേസമയം 80 പേരുള്ള വലിയ മെജോറിറ്റി അപ്പുറത്ത് അവർ സ്പ്ലിറ്റായതിൻ്റെ പേരിൽ, വേറെ വേറെ വിഭവങ്ങളിലേക്ക് മാറിയതിൻ്റെ പേരിൽ അവർക്ക് തങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ കഴിയാതെ വന്നു. നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട വലിയൊരു പാഠമാണിത്. ചേർന്നു നിന്നാൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. ചിതറിപ്പോയാൽ നമുക്ക് നഷ്ടപ്പെട്ടേക്കാവുന്നതും ഒരുപാടുണ്ട്.